ഗൈസ്, അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിയയിലെ റെസ്റ്റോറൻറ്റ്സ് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഇത് എല്ലാം ഒരു കുടക്കീഴിൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് കംപ്ലീറ്റ് വെക്കുന്നത്. അതായത് ഒരു ചെറിയ സ്ഥലത്ത് കുറേ തട്ടുകട പോലെ റെസ്റ്റോറൻറ്റ് ഇട്ടേക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ലക്ഷറി ആയിട്ടാണ് റെസ്റ്റോറൻറ്റുകൾ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. മെക്ഡൊണാൾഡ്സ്, ബർഗർ കിങ്, ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സും കൂടിയാണ്. റെയിൽവേ സ്റ്റേഷനാണ് ആക്ച്വലി. റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, മെട്രോ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിലാണ് ഇവിടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിയോ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു കിടക്കയിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്, ജർമ്മൻ റെസ്റ്റോറൻറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒരു ചെറിയൊരു കുടക്കീഴിലാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതൊരു ഷോപ്പിംഗ് സെൻ്ററാണ്. പിന്നെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് ജിനോസ് എന്ന് പറയുന്നത്. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇറ്റാലിയൻ ആയിട്ടുള്ള ഫുഡ്, പാസ്താസാണ് മെയിനായിട്ട് വരുന്നത്. പാസ്ത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ മെയിനായിട്ട് കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. ഞാൻ സ്പെയിനിൽ ഇവിടെ ഫസ്റ്റ് വന്നത് ബോധിച്ചയിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് കാസർഗോഡ് തമ്പോയിൽ താമസിച്ച സമയത്ത് പ്രിൻസിപ്പോയിൽ പിയോയിൽ വന്നിട്ട് ഞാൻ ഇതുപോലെ ജിനോസ് റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അന്ന് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. കാരണം സ്പെയിനിലേക്ക് വന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന എന്താ പറയുക, നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇന്ന് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ ഫുഡും ട്രൈ ചെയ്ത് എൻ്റെ നാക്ക് അതിന് വേണ്ടിയിട്ട് വഴങ്ങി തുടങ്ങി. അപ്പോൾ ദിസ് ഈസ് റെസ്റ്റോറൻറ്റ് ജിനോ. ഇത് സോണ ട്രോപ്പിക്കൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രോപ്പിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. മെയിനായിട്ട് ഇവിടെ വിൽക്കുന്ന സാധനത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചാമ്പിഞ്ഞോ എന്ന് പറഞ്ഞിട്ടുള്ളത്, കൂണ്, സോസ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ടുള്ള അവരുടെ മെയിൻ മെനുവിൽ പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്ന റെസ്റ്റോറൻ്റാണ്. അതാണ് സോണ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഇവിടെ നമ്മുടെ പുറത്ത് തന്നെ ആയിട്ട് കുറേ ആംബിയൻസ്, നല്ല ആംബിയൻസ് ഒക്കെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിലാണ് കൂടുതൽ അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളത്. കാരണം നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഭയങ്കര സമാധാനപരമായിട്ട് പാട്ടൊക്കെ കേൾക്കാനും മ്യൂസിക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ല ആംബിയൻസോട് കൂടി നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്ന റെസ്റ്റോറൻ്റാണിത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പാൻ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ പാൻസാണ്. അതായത് ഒരുപാട് പാനുകൾ കിട്ടും. അപ്പോൾ പാനിൻ്റെ വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. നല്ല അടിപൊളി പാനും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം ഇട്ട പാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് വെറൈറ്റി കളക്ഷൻ. നിങ്ങൾക്ക് അറിയാലോ പാനിൻ്റെ ഓരോരോ വെറൈറ്റി കളക്ഷൻസ് അതൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റാണിത്. അപ്പോൾ ഇത് പാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ വന്ന് പാൻ കഴിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള പാൻ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ചോദിച്ചു വാങ്ങാൻ മറക്കണ്ടല്ലോ. അപ്പോൾ ദിസ് ഈസ് പാൻ ആൻഡ് ബേക്കറി. ഇതാണ് മൊന്താറ്റിറ്റോസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇത് ആൻറ്റിക് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതായത് സർവസ് ഏരിയ എന്ന് പറയുന്നത് ബിയറുകളുടെ വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മെയിനായിട്ട് വരുന്നത് ബിയർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഒരു ടൈലിൽ ചെയ്ത് വെച്ചിരിക്കുന്ന അവർ
എന്ന് പറഞ്ഞിട്ടുള്ളത് വൈറ്റും നീല കളറിലുള്ള ടൈലിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ ആ ഒരു വർക്കിൽ തന്നെ ഉണ്ട് എല്ലാം. അതിന് സർവീസ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണത്. ദാറ്റ്സ് ഗുഡ്. ബിയറിനൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിയറൊക്കെ കുടിക്കാൻ വെറൈറ്റി ബിയറൊക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതായത് ഓരോ റെസ്റ്റോറൻറ്റിനും ഓരോ പ്രത്യേകതകളുണ്ട്. എല്ലാം ഒരുമിച്ച് അടങ്ങിയിരിക്കുന്ന റെസ്റ്റോറൻ്റ് അല്ല ഇത്. പിന്നെ ഒരു പ്രത്യേകത കിഹോത്തേൻ്റെയും സാൻജോൻ്റെയും, കിഹോത്തേക്ക് 1.5, സാൻജോന് 2. ഇത് നമ്മുടെ ബർഗർ കിങ്. ഹലോ ഗൈസ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ ബർഗർ കിങ് ആണ്. ബർഗർ കിങ്ങിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് മെനുവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ എടുക്കാവുന്നതാണ്. ബർഗർ കിങ്ങിനെ കുറിച്ച് കൂടുതൽ നിങ്ങളോട് ആരോടും പറയണ്ട, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്റർനാഷണലാണ്. അപ്പോൾ അതിൽ ബർഗറാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. നേരെ ഓപ്പോസിറ്റ് അടുത്ത ബർഗറുകാരുണ്ട്, മക്ഡൊണാൾഡ്സ്. മക്ഡൊണാൾഡ്സിലേക്കാണ്. എപ്പോൾ ബർഗർ കിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഷോപ്പുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ മക്ഡൊണാൾഡ്സ് KFC പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും എന്താ പറയുക, ഒരമ്മ പെറ്റ 3 മക്കളാണ്. അതേപോലെയാണ് മക്ഡൊണാൾഡ്സിലും നമ്മൾ കാണുന്നത് ബർഗർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പൊട്ടറ്റോൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ കുറച്ച് സൗകര്യങ്ങളുണ്ട് കേട്ടോ. അതാണ് വേറെ കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റാണ് പുരേ കുഷി. അതായത് പുരേ എന്ന് പറയുന്നത് ഈ വെജിറ്റബിൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുഴുങ്ങിയിട്ട് അത് മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള റെസ്റ്റോറൻ്റാണ്. അതായത് പുരയുടെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഈ ഒരു പുരേ കുഷി എന്ന റെസ്റ്റോറൻറ്റ്. ഇവിടെ നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള റെസ്റ്റോറൻറ്റ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റാണ്. സ്റ്റാർ കബാബിലാണ്. കബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അതൊരു അറേബ്യൻ ഫുഡാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആണോ? അപ്പോൾ കബാബിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഒരു സ്റ്റാർ കബാബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയ മിനി കബാബിൻ്റെ ഒരു മിനി വെർഷനാണ് ഈ ഒരു ഇതിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് റോദീജ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഡെസാജുനോ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് റോദീജ എന്ന് പറയുന്നത്. നമ്മൾ താമസിക്കുന്ന തൊളയത്തൂർ എന്നുള്ള സ്ഥലത്തും ഈ റെസ്റ്റോറൻറ്റ് ഉണ്ട്. സ്നാക്സ് മാത്രമാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. അപ്പം ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡെസാജുനോട് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്ന റെസ്റ്റോറൻ്റാണ്. ഇത് സബ്വേ എന്ന് പറയുന്ന ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റിലാണ്. കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഡോറിറ്റോസ് ഒക്കെ ഇട്ടിട്ട് ഇതൊരു മിക്സിംഗ് ആണ് ഫുഡിൻ്റെ അല്ലേ? ഇതൊരു ഫുഡിൻ്റെ മിക്സിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതൊരു കുഞ്ഞു റെസ്റ്റോറൻ്റാണ്, ഒരു ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. കൂടുതലായിട്ട് കിട്ടുന്നത് എന്താ പറയുക, ചിക്കൻ അങ്ങനെയുള്ള സംഭവങ്ങൾ, പാൻ, ഇതിൻ്റെ കൂടെ വെച്ചിട്ട് പലതരം മിക്സിങ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇറ്റ്സ് ഗുഡ്. പോകാൻ പോകുന്നത് റാമൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇത് അത്യാവശ്യം ചൈനക്കാരുടെ റെസ്റ്റോറൻ്റ് ആണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. റാമൻ എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മൾ ഫുഡ് നൂഡിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൽ റാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടാവുന്നുണ്ട്. നൂഡിൽസിലൊക്കെ റാമൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കേട്ടിട്ടുണ്ട്. ഇത് ചൈനക്കാരുടെ നല്ല റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവർ അതിലിട്ടേക്കുന്ന പേര് റെസ്റ്റോറൻറ്റ് റാമൻ എന്നുള്ള പേരാണ് ഇട്ടേക്കുന്നത് ഫുഡിന്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ നൂഡിൽസാണ്. ഞാൻ ഇവിടെയുള്ള ആളുകളുടെയൊക്കെ പ്ലേറ്റിൽ ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതൊരു വെറൈറ്റി റെസ്റ്റോറൻ്റാണ്. കുറച്ച് സ്പൈസി സ്മെല്ലുണ്ട്. ഇവിടുന്ന് കഴിക്കണം എനിക്ക് സ്പൈസി സ്മെല്ലുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഇത്രയും റെസ്റ്റോറൻറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലും കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മളിനി മുകളിൽ നമ്മൾ എക്സ്പ്ലോർ
ചെയ്യാൻ പോവാണ്. Come with me. ഇത് വോക്ക് ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് ഫുഡ്. 14 സംതിങ് വേണ്ടാന്ന് തോന്നുന്നു പ്രൈസ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് സാധനം വേണേലും പറക്കി തിന്നാം. അത് ഒരു സന്തോഷമുള്ള പരിപാടിയാണ്. കാശ് കുറച്ച് ഭക്ഷണം കുറയും. കാശുണ്ട് ഇവിടെ കൂടുതലും ഇഷ്ടം പോലെ ഉണ്ട്. ചൈനക്കാരുടെ റെസ്റ്റോറൻറ്റ് ചൈനീസ് ഐറ്റംസ് ആണ് കൂടുതൽ. പിന്നെ ജപ്പാനീസ് ഐറ്റംസ് ഉണ്ട്. എന്നിട്ട് റോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ സ്ഥലം KFC ആണ്. KFCയുടെ തട്ടകത്തിലേക്ക് നമുക്ക് പോകാം. അത് കാണാം. ഇവിടെ പിന്നെ ഇതേപോലെ തന്നെ അല്ല, ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. KFCക്കൊന്നും വലിയ പ്രചാരമൊന്നുമില്ല കേട്ടോ. ഇവിടെ എല്ലാവരും ബർഗറിൻ്റെ ആൾക്കാർ, പിന്നെ ചൈനീസ് ഫുഡിൻ്റെ ആൾക്കാർ. ഇത് മെക്ഡൊണാൾഡ്സ്. വീണ്ടും മടിയിലെ മെക്ഡൊണാൾഡ്സ് മോളിലും. ഇവിടെ മറ്റേ ഭയങ്കര വലിയ ബോർഡ് വെച്ചേക്കണം. മുകളിലേക്ക് വലിയ ബോർഡ് KFCയുടെ ഒക്കെ വലിയ ബോർഡ്. ഇതാണ് മെയിൻ അട്രാക്ഷൻ. കുറച്ച് മെയിൻ അപ്പുറത്തുനിന്ന് കണ്ടാലും ഇപ്പുറത്തുനിന്ന് കണ്ടാലും അതേപോലെ വലിയ താഴെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തന്നെ മുകളിലത്തെ സെക്ഷൻ രണ്ടായിട്ട്, അടിയിലും മുകളിലും, അത്രേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. ഉള്ളിൽ ഇവിടെ കുറച്ചും കൂടി ലക്സറി, വലിയത്, ഇരുന്ന് കഴിക്കാൻ സ്വാതന്ത്ര്യം ആണ്. ഇത് സുഷിയുടെ സെൻറ്റർ. സുഷി ഇവിടെ എല്ലാ സ്ഥലത്തും കിട്ടാറുണ്ട്. തൊളേതിലുണ്ട് സുഷിക്ക്. ജപ്പാനീസ് ഫുഡിന് നല്ല സെറ്റപ്പാണ്. ഇവിടുത്തെ സുഷി പരിപാടി 1-2 കഴിക്കാം. അതിൻ്റെ കൂടുതൽ കഴിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ രസത്തിന് കഴിക്കാന്നേ ഉള്ളൂ. പക്ഷേ ഇത് കലോറി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചോറിൻ്റെ മുകളിൽ സെൽമോൻ്റെയും ഇതും പിന്നെ ഓരോ സാധനങ്ങളും പൊതിഞ്ഞ് വെച്ചിട്ടുള്ള പരിപാടി. അത് സിമ്പിളാണ്, പക്ഷേ നല്ല റേറ്റ് ഉണ്ട്. അതവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. സുഷി €4 സംതിങ് കണ്ടിട്ടുണ്ട്. അതാ കാരണം വീട്ടിലുള്ള സാധനമാണ് സുഷി. ഇവിടെ ബർഗർ കിങ്ങിന്റെ ഏറ്റവും വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ശരിക്കും അടിയിൽ ഇതിൻ്റെ കുഞ്ഞു വെർഷനും സ്പീഡപ്പ് ആയിട്ടുള്ള വെർഷനും മുകളിൽ വലിയ റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു ഫീലും അതാണ്. അപ്പ് ഡൗൺ താഴത്തെയും മുകളിലത്തെയും അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. സിമ്പിൾ ആൻഡ് ഹംബിൾ. ടാക്കോ ബെല്ലും തൊള്ളയിലുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ടാക്കോ ബെല്ല്. ഇത് എന്താ ഒരു ഡെലിവറി ഒക്കെ കൊടുക്കുന്ന ടീമുകളാണ്. ഇത് പിസയും കാര്യങ്ങളൊക്കെയാണ്. മൊത്തം പിസയാണ്. കിക്കിസലി നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല. ഇതും എന്താ ഫുഡും ഇവിടെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ലിക്വിഡ് ചോക്ലേറ്റ് കാര്യങ്ങൾ, കുറച്ച് ഫ്രൈസ്, പിന്നെ കുറച്ച് എൻസലാദാസ്. വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് അത് അത്യാവശ്യം കൊള്ളാലോ. കിക്കി സലി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. 16 euro ബഫറ്റ് ആണല്ലോ. 14 സംതിങ് അല്ലേ? 14 സംതിങ്ങിനുള്ള ബഫറ്റാണ് ഇവിടെ. പക്ഷെ വെറൈറ്റികൾ കുറവാണ്. ചൈനീസിൻ്റെ പരിപാടി തന്നെ. എല്ലാം ചൈനീസ് റെസ്റ്റോറൻ്റ്. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം, പക്ഷെ വെറൈറ്റീസ് വളരെയധികം കുറവാണ്. വെറൈറ്റി ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഹോട്ടാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അവിടെ കുറച്ച് ഹോട്ട് അങ്ങനെയല്ല, കുറച്ച് കുക്ക് ചെയ്ത് വെക്കണേറ്റ്. അപ്പം ഹോട്ട് കുറച്ച് കുറവ്, ഹോട്ടുള്ള പാർട്സ് കുറവാണ്. ഇവിടെ എല്ലാ ഐറ്റംസും ഹോട്ട് പാനിൽ തന്നെ വെച്ചേക്കാം. അതിൻ്റെ ഒരു ഇതുണ്ട്, വ്യത്യാസമുണ്ട്. ആളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു VPS ഉണ്ട്. പക്ഷെ അത് ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ഫുഡിൻ്റെ പരിപാടി. ഇവിടെ കേക്കും തോറിഹാസും തോർത്തിദാസും കോൺ സംഭവങ്ങളൊക്കെയാണ്. കുറച്ചുകൂടി ഡ്രിങ്ക്സും മറ്റേ സ്വീറ്റും ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ. മൊത്തം സ്വീറ്റ്നറിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇവിടുത്തുള്ള ലോക്കൽ ആൾക്കാർക്കാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാവുള്ളൂ. നമുക്ക് പുറത്തുനിന്ന് പല ഏഷ്യൻ കൺട്രീസിൽ നിന്ന് വരുന്നവരും ആഫ്രിക്ക, മറ്റേ ഗൾഫ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ ഉള്ളവരും ഞാൻ കൂടുതലും കഴിച്ചാൽ കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവരാണ്. ഇവിടെ യൂറോപ്യൻ ഏരിയയിൽ അമേരിക്ക അങ്ങനെയുള്ളവരാണ്. പിന്നെ ഐസ്ക്രീമൊക്കെ കൂടുതൽ കഴിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ. അപ്പം
അങ്ങനെയൊക്കെ ഇതിങ്ങനെ മധുരമുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. മധുരവും കയ്പും കൂടി ചേർന്ന് കോഫിയുടെ മിക്സാണ് കൂടുതൽ. കോഫിയും ഷുഗറും പിന്നെ ചീസും അങ്ങനെയുള്ള പരിപാടികളാണ് മൊത്തത്തിൽ. ക്രീമും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതാണ് ഇവരുടെ മെയിൻ പരിപാടി. അത് മിക്സ് ചെയ്ത് പല ക്രീമുകൾ മിക്സ് ചെയ്ത് കുറേ ക്രീമുകളുണ്ട്, കുറേ ചീസുകളുണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ട് ഓരോരോ കേക്കുകൾ ഉണ്ടാക്കി വ്യത്യസ്ത ടേസ്റ്റുകളിൽ പരീക്ഷിക്കലാണ് ഇവിടുത്തെ പരിപാടി. കൊള്ളാം. എന്തായാലും ഞാൻ ആദ്യമായിട്ട് അറിയണത് താത്താതെ ഗജേത്ത. ഗൈസ്, പ്രിൻസിപ്പോപ്പിയയിലെ വെറൈറ്റി ഓഫ് റെസ്റ്റോറൻറ്റ് നമ്മൾ രണ്ടുപേരും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏത് റെസ്റ്റോറൻറ്റാണ് കൂടുതലായിട്ട് ഇഷ്ടമായത്, അതിൻ്റെ എല്ലാ ആംബിയൻസും കാര്യങ്ങളും ഇഷ്ടമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.